ഹായ് ഓൾ. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ കോസ്കോയിൽ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് അല്ലേ? ഹായ് പറ എല്ലാവരുടെ അടുത്തും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഇന്ന്. ആദ്ര ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നു, എപ്പിച്ചേട്ടൻ ജോലിക്ക് പോയി. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന്. ഞങ്ങളിത് നടന്ന് കോസ്കോ എത്താറായി. അപ്പോൾ ഇവിടെ കോസ്കോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹോൾസെയിലും കൂടിയാ അല്ലേ? അപ്പോൾ ഇവിടെ കോസ്കോ കാർഡ് വേണം നമ്മൾക്ക് അതിനകത്ത് കയറാനായിട്ട്. കോസ്കോ കാർഡിന് അറൗണ്ട് $60 ആണ്. പെർ ഇയർ $60 ആണ്. അപ്പോൾ ഞങ്ങൾ കോസ്കോയിലെ ഷോപ്പിംഗ് കാണാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ കോസ്കോയുടെ ബിൽഡിംഗ് എത്തി. നടന്ന് ഭയങ്കര വെയിലാണെന്ന്, പക്ഷെ ഭയങ്കര തണുപ്പുണ്ട്. ഇന്ന് എത്രയാ? -4 ആണോ? -3 ആ? ഫീൽസ് ലൈക്ക് -6. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇത് വണ്ടർലാൻഡ് ഉള്ള കോസ്കോയാണ്. പിന്നെ നമുക്ക് ഒരെണ്ണം വെല്ലിംഗ്ടണിലും ഉണ്ട്, പക്ഷെ അങ്ങോട്ട് ബസ്സില്ല. അപ്പോൾ സാധനം മേടിച്ചിട്ട് തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ കോസ്കോയിൽ വന്നത്. കോസ്കോ ഹോൾസെയിൽ. ഓക്കെ, അപ്പോൾ ഇനി അകത്ത് കയറാൻ കാർഡ് കാണിക്കണം. കാർഡൊക്കെ ബാഗിനകത്താണ്. അത് ഞങ്ങൾ എന്തായാലും പോട്ടെ. അയ്യോ, ഭയങ്കര തണുപ്പാണ്. നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഗോപ്രോ വാങ്ങാം എന്നാണ് കപില് പറയുന്നത്. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഞെക്കി കൂട്ടി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്തായാലും പോട്ടെ. ഭയങ്കര തണുപ്പാ. അകത്ത് കയറിയിട്ട് അടുത്ത വീഡിയോ എടുക്കാം. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ കോസ്കോയിൽ വന്നു. ഞങ്ങൾ രാവിലെ തൊട്ട് ആരും ഒന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പുട്ടീനും ചിക്കൻ ആൻഡ് ഫ്രൈസും പിന്നെ ഒരു ഹോട്ട് ഡോഗും ആണ് കഴിക്കുന്നത്. ജോസ്മോന്റെ ഹോട്ട് ഡോഗ് അവൻ എടുത്തിട്ടില്ല ഇതുവരെ. ഓക്കെ, പുട്ടീനെ പറ്റി എന്താ പറയാനുള്ളത് നിനക്ക്? കാനഡയുടെ ദേശീയ ആഹാരമാണിത്. ഇവൾ അനീഷയ്ക്ക് ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവളിത് കഴിക്കുന്നില്ല. ഞാനും കപിലുമാണ് കഴിക്കുന്നത്. സ്വീറ്റ് ടേസ്റ്റ്, ഭയങ്കര ചീസും കാര്യങ്ങളും ഒക്കെ. സ്വീറ്റ് ടേസ്റ്റ് കിടയാതെ ടേസ്റ്റ് ഇല്ല, അതുதான் മെയിൻ. ലൈറ്റ് ടേസ്റ്റ് ആണെന്ന് സാപ്പിടാം. ഈ ഹോട്ട് ഡോഗിന് എത്രയായിരുന്നു? $1 1.5 ഹോട്ട് ഡോഗ് ആൻഡ് പെപ്സി കിട്ടും. പെപ്സിയാണ് നമുക്ക് ഇത് തരും. നമ്മൾക്ക് ഇഷ്ടമുള്ളത് അവിടെ നിന്ന് എടുക്കാം. പുട്ടീന് $6, ചിക്കന് $7, ടാക്സ് $2. நம்ம திங்கிறது வரை ടാക്സ് தான் கூட கட்டணும். അതെ, അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗ് തുടങ്ങാം. ഹലോ, അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് തുടങ്ങാൻ പോവുകയാണ്. കപില് കാർട്ട് എടുക്കാൻ പോയേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം കപില് കാർട്ട് എടുക്കാൻ പോയില്ലേ? കാർട്ട് എങ്കം വെച്ചാ കൊഞ്ചം എടുത്തിട്ട് വാ മച്ചാ. കാർഡ് വേണമാ? ഓക്കെ, അപ്പോൾ കാർട്ട് എടുക്കണ്ടേ അവനിപ്പോൾ പറഞ്ഞു വിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് മേടിക്കുന്നതെന്ന് കാണിച്ചു തരാം. കോസ്കോയിൽ വന്ന പിന്നെയുള്ള ബെനിഫിറ്റാണ് ഇത്. ഇവർ ടേസ്റ്റ് ചെയ്യാനായിട്ട് കുറേ സംഭവങ്ങൾ ഇങ്ങനെ വഴിയിൽ വച്ചേക്കും. അതിൽ ഞങ്ങൾക്ക് കോഫി കിട്ടി, പിന്നെ ഇതൊരു ചിക്കൻ റാപ്പിൻ്റെ സംഭവം കൂടി കിട്ടി. അപ്പം നമുക്കിനി അടുത്ത എന്ത് കിട്ടുമെന്ന് നോക്കാം. ഏയ്, ഇത് നല്ലവേ ഇല്ലടാ. അങ്ങനെ നമ്മൾ പോവുകയാണ്. അടുത്ത
കഴിക്കാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇപ്പൊ ഒരു സാലഡ് പോലത്തെ സംഭവമാണ് കിട്ടിയത്. ഓക്കെ, ട്രൈ ചെയ്തിട്ട് പറ എങ്ങനെയുണ്ടെന്ന് പറ. നോക്കട്ടെ. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, നമുക്ക് ബേബി ക്യാരറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാതെ. ഉണ്ടായിരുന്നു ബേബി ക്യാരറ്റ്സ്. ചെറിയ സീസണിങ് എന്തോ ഉണ്ട്. ഇത്രയും കഴിച്ചാലും എനിക്കിതാ ഇഷ്ടപ്പെട്ടെ. ഇനി അടുത്ത ഇപ്പുറത്ത് എന്തോ ഉണ്ട്. കോസ്കോയിൽ ഷോപ്പിംഗ് നടത്തി റെസ്റ്റ് എടുക്കുന്ന 2 പേര്. ഓക്കെ, അപ്പോൾ കോസ്കോ എന്ന് പറയുമ്പോൾ ജനറലി ഇതാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. ഹോൾസെയിൽ പ്രൈസിനല്ല കിട്ടുന്നത്. ഹോൾസെയിൽ പ്രൈസിനാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ബീഫ് മേടിച്ചു. അത് വന്നിട്ട് 2.25 കിലോ ബീഫുണ്ട്. അപ്പോൾ 1 kgക്ക് $16-17 വെച്ചിട്ട്. ഇത് നമ്മൾ അല്ലാണ്ടാണ് മേടിക്കുന്നതെങ്കിൽ കാശ് കൂടുതലാണ്. അതേപോലെ ഇതിപ്പോൾ 2.5 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ അതും അങ്ങനെ. പിന്നെ കപ്പിലൊരു എയർപോർട്ട്സിൻ്റെ ഇത് മേടിക്കുന്നുണ്ട്, കേക്ക്, പിന്നെ ഈ ബണ്ണ്. ഇതിനകത്ത് നമ്മൾക്ക് എന്തെങ്കിലും സോസേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വച്ചിട്ട് പോവുകയാണെങ്കിൽ പിന്നെ വിശക്കത്തില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇതുവരെ മേടിച്ചത്. ഇവരിത് ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ്. പോണ്ടേ? 5:30. ആമാ. ഇനി ബസ്മതി റൈസ് വാങ്ങണം, പിന്നെ സോസേജ് വാങ്ങണം. അത് மட்டும் തന്നെ. അത് മതി. കുട്ടി സോസേജ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി എന്തായാലും അങ്ങോട്ട് പോട്ടെ. ജാക്കറ്റ്സും കിട്ടും, പിന്നെ അങ്ങോട്ട് ഹുഡീസ്, പിന്നെ എന്തൊക്കെയോ ക്ലോത്തിങ് ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ട്. അയ്യോ, ഞങ്ങൾ നടന്ന് മടുത്തു. പിന്നെന്താ, പിന്നൊന്നുമില്ല. ഞാനിനി കുറച്ച് കഴിഞ്ഞ് വരാം. ഷോപ്പിംഗ് ചെയ്ത് തളർന്നോ? അതെ. അപ്പോൾ ഞങ്ങളിത് ഇതൊക്കെയാണ് മേടിച്ചത് ഇവിടെ നിന്ന്. കെച്ചപ്പ്, ജ്യൂസ്, ചിക്കൻ, ബീഫ്, ബനാന, ബസ്മതി റൈസ്, പിന്നെ ഇത് ഫ്രാപ്പച്ചിനോ. സത്യം. ഇത് പിന്നെ ഞങ്ങൾ ഒരു അഹങ്കാരത്തിന് മേടിച്ചതാണ്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കി. ഇനിയിപ്പോൾ ഇത് മാത്രമേ നാക്കിനെ പിടിക്കത്തുള്ളെങ്കിൽ നമ്മൾ കഷ്ടപ്പെടും. Kapilraj, Yes. how are you? Not good. But why? But why? But why? But why is the question? Do you know how much does this cost? But Costco? No. இந்த கார்ட்ல இருக்கிற இதுவா? இல்ல, இந்த சோஃபா 1700. Okay. So yeah. അപ്പോൾ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഗായ്സ്. ഇവിടെ ഇനി നിൽക്കരുത്. അപ്പോൾ ഞങ്ങളിതേ പോവുകയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ട് കപ്പില് എന്താ മേടിച്ചേ? എയർപോർട്ട്സ് പ്രോ മേടിച്ചു. അതെ. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അൺബോക്സിങ് ചെയ്തോ? സോറി ഗൈസ്, നേരത്തെ ബിച്ചേട്ടൻ വിളിച്ചപ്പോൾ കപിലിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇടയ്ക്ക് വെച്ച് അതെ, ഞങ്ങളത് അൺബോക്സ് ചെയ്ത് കണ്ടു. എങ്ങനെയുണ്ട്? It's good. I appreciate Tim Cook for his hard work. ഓക്കെ, ഞങ്ങള് ഷോപ്പിങ്ങിന് ഇറങ്ങിയ ഞങ്ങള് ഇന്ന് ബാഗ് എടുക്കാൻ മറന്നു. അപ്പോൾ ഞങ്ങള് Uber drivers. ഞങ്ങളിപ്പോൾ പിന്നെയും ഞങ്ങൾക്ക് ഊബർ ബുക്ക് ചെയ്യേണ്ടി. ഊബർ അല്ല, ആക്ച്വലി സ്റ്റീർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ അതാ ബുക്ക് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരനും ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് ഒത്തിരി ലഗേജ് ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, കുറച്ച് പാലും പഴവും മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്തിട്ട്
ഇനിയിപ്പോ വീട്ടിലോട്ട് പോണം. വീട്ടിൽ പോകണം. വയ്യ. അതെ, ഇത്ര വയ്യ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ പോയത്. ഞങ്ങൾ ഇതൊക്കെയാണ് മേടിച്ചത്. ആക്ച്വലി ലാഭമാണല്ലേ? അതെ, നമ്മൾ സാധാരണ പോയി മേടിക്കുന്ന വെച്ച് നോക്കുവാണെങ്കിൽ ലാഭമാണ്. കാരണം നമ്മളിപ്പോൾ ഒരാൾക്ക് വേണ്ടിയല്ല, ഒരു കുറച്ച് ആൾക്കാർക്ക്, അതായത് ഷെയറിങ്ങിലൊക്കെയാണ്. അതെ, ഞങ്ങൾ ഇത് മേടിച്ചത് എല്ലാം ഷെയറിങ്ങിലാണ്. ഒരാൾക്കായിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ലാഭം തോന്നില്ല. ബട്ട് ഷെയറിങ്ങിൽ മേടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ലാഭം തോന്നിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മേടിച്ചു. ഓക്കെ, ക്യാബ് വന്നു, ഞങ്ങൾ പോട്ടെ, ബൈ. കോസ്കോയിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത് ഞങ്ങൾ ഇറങ്ങിയതും കോസ്കോ പൂട്ടിയിട്ടുണ്ട്. അതെ, അയ്യോ ഭയങ്കര ചൂടാ. കപിൽ സുമ്മാ ഊത് മച്ചാ. സിഗരറ്റ് വലിക്കുന്നതല്ലേ. അതെ, ഇതുവരെ ക്യാബ് വന്നില്ല. ക്യാബ് വന്നു എന്ന് പറഞ്ഞ് അറിയാണ്ട് ഇറങ്ങിയതാ. അപ്പോൾ ക്യാബ് വന്നിട്ടില്ല. ക്യാബിന് വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ഗൈസ്. ആ വരുന്നതായിരിക്കണേ ക്യാബ് എന്നാ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഓക്കെ, അപ്പൊ ഞങ്ങൾ നോക്കട്ടെ. ജോസ്മോൻ എങ്ങനെയുണ്ട് തണുപ്പ്? നല്ല സുഖമുണ്ട്. ഓക്കെ, ആ വരുന്നതാന്ന് തോന്നണം, നോക്കട്ടെ. സോ ഞങ്ങൾ പുതിയ അഡിക്ഷനിലോട്ട് മാറുകയാണ് ഗൈസ്. താങ്ക് യു എവ്രി വൺ ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ബൈ ഫോർ ടുഡേ. Bye.